ഒരു കേവല ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും തമിഴ്നാട് ഇന്ന് വിജയ് അത് ചർച്ച ചെയ്ത് മാന്യമായ രീതിയിൽ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വിജയെ പിന്തുണച്ച് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും CPI-എമ്മും ഒരു മനോഹരമായ ഒരു എന്താ പറയാ അവിടുത്തെ ഒരു സെക്യുലർ ഒരു സോഷ്യൽ പാർട്ടിയായി ശരിക്ക് വിജയുടെ TVക്ക് മാറി എന്നുള്ളതാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ഇത്രയും വലിയ വിജയം തന്നെ പറയാം. കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഇതുവരെ കിട്ടാത്ത വലിയൊരു വിജയം UDF-ന് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ ഇവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റാത്തെ എന്നുള്ളത് വളരെ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്ത അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്ത അവരുടെ അണികൾ മാത്രമല്ല, UDF-ന് ഈ ഒരു വിജയം കൊടുത്തത് ഇവിടുത്തെ നിഷ്പക്ഷരായ ആളുകളും ശരിക്കും സഖാക്കളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്താണ് UDF-ന്. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു വിജയം ഉണ്ടാകാൻ കാരണം. എന്നിട്ട് ഈ ജനങ്ങളെ എന്താ പറയാ വഷളാക്കുന്ന രീതിയിൽ ഇനി ഒരു മുഖ്യമന്ത്രി വന്ന അതൊരു തർക്കത്തിന്റെ പുറത്ത് വന്നൊരു മുഖ്യമന്ത്രി ആയിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇതിൽ പിടിവലികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകളെ ഈ കേരളത്തിനെ വഷളാക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ഇപ്പൊ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്ന് വളരെ കേരളത്തില് UDF അത്ര പിന്നോക്കം നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന സമയത്താണ് ഈ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുന്നതും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്നു. അദ്ദേഹം മാധ്യമങ്ങളുടെ മുൻപിലും അതുപോലെ തന്നെ മറ്റു പിന്നെ കാര്യങ്ങളിലൊക്കെ ഇത്രയും പ്രതിരോധിച്ച് ഒരു മിനി പിണറായി വിജയനായി ഇവിടെ വന്ന് അത്ര കറക്റ്റ് പിണറായി വിജയനെ ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല, അത്ര ശക്തമായി ഇദ്ദേഹം കോൺഗ്രസിന്റെ മറ്റൊരു മുഖം അയാൾ പുറത്തു കൊണ്ടുവന്ന് ഇത്ര ശക്തമായി പ്രതികരിച്ച് കോൺഗ്രസിനെ ഒരു വൻ വിജയത്തിലേക്ക് കൊണ്ടുവന്ന വി.ഡി. സതീശനെ എന്തുകൊണ്ട് കേരളത്തിലെ UDF-ന് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൂടാ? അതിന് ഇനിയൊരു ഇവിടെ നിലവിലുള്ള ഒരു MP ആയ KC വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് വലിയൊരു ആളുകളുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വി.ഡി. സതീശൻ വരുമ്പോൾ ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ കുറെ പ്രതീക്ഷകളുണ്ട്. അതെന്താണെന്ന് അറിയാൻ ഇവിടുത്തെ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിനൊരു അവസരം കോൺഗ്രസ് നൽകണം എന്നാണ് ഇവിടുത്തെ ജനവികാരം. അതാണ് ഇപ്പൊ ജനങ്ങളുടെ വികാരമാണ് നമ്മളിപ്പോ ഇവിടെ പ്രതിഷേധമായിട്ടും മറ്റും ഒക്കെ അറിയുന്നത്. മുസ്ലിം ലീഗും ഇത്ര വലിയൊരു UDF-ന്റെ നല്ലൊരു ഘടകകക്ഷിയാണ്, വലിയൊരു സീറ്റിന്റെ ഘടകകക്ഷിയാണ്. പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് വളരെ കോൺഗ്രസ് അത്രയും പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഇവരെ പിന്താങ്ങി അതുപോലെ തന്നെ വയനാട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച അല്ലെങ്കിൽ അവർക്കൊരു പിടിവള്ളിയായി വയനാട് മാറിയത് ശരിക്കും UDF-ന് ഒരു പിടിവള്ളിയായി മാറിയത് മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് തന്നെയാണ്. അപ്പൊ അവര് പറയുന്ന ഒരു വാക്കും അവരിപ്പോ വിലക്ക് എടുക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം എടുക്കാതെ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകും.